എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യൂട്ടിയിലെ സെക്കൻഡ് പാർട്ടാണ്. ഇതിൽ വൺ ടൈൽഡ് ആൻഡ് ടു ടൈൽഡ് ടെസ്റ്റുകൾ ആ ഏരിയയാണ് പ്രധാനമായും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിലെ സ്റ്റെപ്പുകൾ, ക്രിട്ടിക്കൽ റീജിയൻ, അക്സെപ്റ്റൻസ് റീജിയൻ, വൺ ടൈൽഡ് ആൻഡ് ടു ടൈൽഡ് ടെസ്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് മൊത്തത്തിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം. ആദ്യമായി ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിലെ സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ. പ്രധാനമായും 5 സ്റ്റെപ്പുകളാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിലുള്ളത്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് സെറ്റപ്പ് എ ഹൈപ്പോത്തസിസ്. ഒരു ഹൈപ്പോത്തസിസ് ആദ്യം നമ്മൾ വെക്കുന്നു. പോപ്പുലേഷൻ പാരാമീറ്ററിനെ കുറിച്ചുള്ള ഒരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിലെ ഒന്നാമത്തെ സ്റ്റെപ്പ്. സാധാരണയായി 2 രീതിയിലുള്ള ഹൈപ്പോത്തസിസുകളാണ് സെറ്റ് ചെയ്യാറുള്ളത്. ഒന്ന് നൾ ഹൈപ്പോത്തസിസ് H0 എന്ന് സൂചിപ്പിക്കുന്നു. രണ്ടാമത്തത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് H1 എന്ന് സൂചിപ്പിക്കുന്നു. ഇത് രണ്ടും എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് സെറ്റപ്പ് എ സ്യൂട്ടബിൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഒരു അനുയോജ്യമായ ഒരു ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിനോട് ഉദ്ദേശിക്കുന്നത് നൾ ഹൈപ്പോത്തസിസ് ശരിയായിരിക്കെ നമ്മളത് റിജക്റ്റ് ചെയ്യപ്പെടുന്നതിനുള്ള പ്രോബബിലിറ്റിയാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. അത് സാധാരണഗതിയിൽ ഫിക്സ് ചെയ്യുന്നത് 1% അല്ലെങ്കിൽ 5% എന്ന നിരക്കിലാണ്. ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ഡിസൈഡ് എ ടെസ്റ്റ് ക്രൈറ്റീരിയൻ. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് സെറ്റ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടുന്ന കാര്യം, ഇനി ഏത് ടെസ്റ്റാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ടെസ്റ്റുകൾ പാരാമെട്രിക് അതുപോലെ നോൺ പാരാമെട്രിക് 2 കാറ്റഗറിയിൽപ്പെട്ട ടെസ്റ്റുകൾ ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ Z ടെസ്റ്റ്, T ടെസ്റ്റ്, F ടെസ്റ്റ്, അതുപോലെ chi-square ടെസ്റ്റ്, ഇങ്ങനെയുള്ള ടെസ്റ്റുകളുണ്ട്. ഇതിൽ ഏത് ടെസ്റ്റാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നത് തീരുമാനിക്കണം. ഇതിൽ ഏത് ടെസ്റ്റ് അപ്ലൈ ചെയ്യണം എന്നത് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സാമ്പിൾ സൈസ്, അതുപോലെ പോപ്പുലേഷൻ പാരാമീറ്ററിൻ്റെ അതിനെ പറ്റിയുള്ള നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ അതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇനി അടുത്ത ഫോർത്ത് സ്റ്റെപ്പ് ടെസ്റ്റ് തീരുമാനിച്ചതിന് ശേഷം അടുത്തായി നമ്മൾ ആ ടെസ്റ്റ് പ്രകാരം, അതിലെ ഫോർമുല പ്രകാരം അതിൻ്റെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഓരോ ടെസ്റ്റിനും വ്യത്യസ്തമായ ഫോർമുലകളാണുള്ളത്. ഒരു കോമൺ ഫോർമുല എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഈക്വൽ ടു ഡിഫറൻസ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടെസ്റ്റ് സപ്പോസ് Z ടെസ്റ്റ് ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അവിടെ ഡിഫറൻസ് ബൈ സ്റ്റാൻഡേർഡ് എറർ, ഡിഫറൻസ് എന്നുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാമ്പിളിൻ്റെ മീൻ വാല്യൂവും പോപ്പുലേഷൻ്റെ മീൻ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസാണ് ഡിഫറൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. സ്റ്റാൻഡേർഡ് എറർ പല സാഹചര്യങ്ങളിലും പല ഇക്വേഷൻസാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു ക്ലാസ് ഉണ്ട്, അതിനകത്ത് അത് ഡിസ്കസ് ചെയ്യാം. ഇനി 5 ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അവസാനത്തെ സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് മേക്കിംഗ് ഡിസിഷനാണ്, തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തുന്നു. ഈ ഡിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ അത് നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഡിസിഷൻ. അപ്പം 2 രീതിയിലുള്ള ഡിസിഷൻസാണ് നമ്മൾ എടുക്കുന്നത്. ഒന്ന് റിജക്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ്. ഇനി അത് എപ്പോഴാണ് ചെയ്യുന്നത്, ഏത് സാഹചര്യത്തിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ, അതായത് വാല്യൂ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്, അതാണ് നമ്മൾ അപ്രോപ്രിയേറ്റ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ കിട്ടിയിട്ടുള്ള ആ വാല്യൂ നമ്മൾ ആ ഒരു കൺസേൺഡ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വെച്ചുകൊണ്ട് ടേബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ ടേബിൾ വാല്യൂവിനേക്കാൾ കൂടുതലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ എങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പച്ച ബോക്സിൽ നിങ്ങൾക്ക് കാണാം. ആദ്യ കേസിൽ ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റഡ് വാല്യൂ 2.5, അതിൻ്റെ ടേബിൾ വാല്യൂ 1.96 ആണ് വരുന്നതെങ്കിൽ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ. ആ കേസിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ സാഹചര്യം നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആക്സെപ്റ്റ് ചെയ്യുന്നത്
ഇതിൻ്റെ ഓപ്പോസിറ്റ് സംഭവിക്കുമ്പോഴാണ്, അതായത് കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ കുറയുമ്പോൾ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു എക്സാമ്പിളിൽ കാൽക്കുലേറ്റഡ് വാല്യൂ 1.2 ആണെന്ന് വിചാരിച്ചോളൂ, അതിൻ്റെ ടേബിൾ വാല്യൂ 1.96. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ 1.2 എന്നുള്ളത് 1.96നേക്കാൾ കുറവാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ നൾ ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇതാണ് 5 സ്റ്റെപ്പുകൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിൽ. ഇനി അടുത്തൊരു ഭാഗം ഏരിയ അണ്ടർ നോർമൽ കർവാണ്. ഒരു നോർമൽ കർവിൻ്റെ താഴെ വരുന്ന ഭാഗത്തെ നമുക്ക് മൊത്തത്തിൽ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ പാർട്ട് റിജക്ഷൻ റീജിയൻ, രണ്ടാമത്തത് ആക്സെപ്റ്റൻസ് റീജിയൻ. ഇനി എന്താണ് റിജക്ഷൻ റീജിയൻ? റിജക്ഷൻ റീജിയൻ്റെ മറ്റൊരു പേരാണ് ക്രിട്ടിക്കൽ റീജിയൻ. നമ്മളൊരു പ്രീഡിറ്റർമൈൻഡ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഏരിയയാണ് റിജക്ഷൻ റീജിയൻ. അതായത് ഇപ്പോൾ നമ്മൾ 5% അല്ലെങ്കിൽ 1% നിലക്ക് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് സെറ്റ് ചെയ്യും. അതിന് തത്തുല്യമായിട്ട് വരുന്ന ആ കർവിലെ ഏരിയയാണ് റിജക്ഷൻ റീജിയൻ എന്ന് പറയുന്നത്. നമ്മളിനി ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് കാൽക്കുലേറ്റ് ചെയ്യും. ആ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ വാല്യൂ റിജക്ഷൻ റീജിയനാണ് വരുന്നത് എങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യുന്നു. ഈ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഡിനോട്ട് ചെയ്യുന്നത് ആൽഫ വെച്ചുകൊണ്ടാണ്. എക്സാമ്പിളായിട്ട് ആൽഫ ഈക്വൽ ടു 5% അല്ലെങ്കിൽ ആൽഫ ഈക്വൽ ടു 1% എന്ന് പറയാം. ഇനി ആക്സെപ്റ്റൻസ് റീജിയൻ. ആക്സെപ്റ്റൻസ് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് ആൽഫ, 1ൽ നിന്ന് ആൽഫ വാല്യൂ. ഇപ്പോൾ ആൽഫ നമ്മൾ 0.05%, 5% മീൻസ് 1 വെച്ച് പറയുമ്പോൾ 0.05 ആണ് വെക്കുന്നത് എങ്കിൽ ആ ബാക്കി വരുന്ന 0.095 ആ ഏരിയ, അതിപ്പോൾ 100%ലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 100%ൽ നിന്ന് 5% ആണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എങ്കിൽ ബാക്കി വരുന്ന 100% മൈനസ് 5%, അപ്പോൾ 95% എന്ന് പറയും. ഈ 95% ഏരിയയാണ് ആക്സെപ്റ്റൻസ് റീജിയൻ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ഒന്നുകിൽ ആക്സെപ്റ്റൻസ് റീജിയനിൽ വരും, അതല്ലെങ്കിൽ ക്രിട്ടിക്കൽ റീജിയനിൽ വരും. ക്രിട്ടിക്കൽ റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ റിജക്ഷൻ റീജിയൻ, ഇതിനാണ് ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുക. ക്രിട്ടിക്കൽ റീജിയനിൽ വരികയാണെങ്കിൽ നമ്മളതിനെ റിജക്റ്റ് ചെയ്യുന്നു. ആക്സെപ്റ്റൻസ് റീജിയനിലാണ് കാൽക്കുലേറ്റഡ് വാല്യൂ വരുന്നതെങ്കിൽ നൾ ഹൈപ്പോത്തസിസിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇതാണ് ക്രിട്ടിക്കൽ റീജിയനും ആക്സെപ്റ്റൻസ് റീജിയൻ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിനി ഇതിൻ്റെ ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അവിടെ പറയാം. ഇനി 1 tail ഓർ 2 tail ടെസ്റ്റ്. ഏത് ടെസ്റ്റാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊരു പ്രോബ്ലം പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്യാനുള്ള ചില സന്ദർഭങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ആദ്യത്തെ പച്ച ബോക്സിൽ ഒരു ക്ലെയിം കാണാം. എ യൂണിവേഴ്സിറ്റി ക്ലെയിംസ് ദാറ്റ് ദ ഡ്രോപ്പ് ഔട്ട് റേറ്റ് ഇൻ വൺ ഓഫ് ദ കോഴ്സസ് ഓഫേർഡ് ഈസ് ലെസ് ദാൻ 15%. ഒരു യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന ഒരു കോഴ്സിലെ ഡ്രോപ്പ് ഔട്ട് റേറ്റ് 15%-ൽ താഴെയാണ്. അതാണ് യൂണിവേഴ്സിറ്റിയുടെ ക്ലെയിം. അപ്പോൾ ഇവിടെ ആ ലെസ് ദാൻ 15% എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റിയുടെ ക്ലെയിം. അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അത് മനസ്സിലാക്കി വെക്കുക. ഇനി രണ്ടാമത്തെ കേസിൽ ഇതേ കേസ് തന്നെ യൂണിവേഴ്സിറ്റി ക്ലെയിം ചെയ്യുന്നത് ഗ്രേറ്റർ ദാൻ 15% എന്നാണ്. അപ്പോൾ ഈ രണ്ട് കേസിലും ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് 1 tailed ടെസ്റ്റാണ്. ലെസ് ദാൻ ഓർ രണ്ടാമത്തെ കേസിലാണ് ഗ്രേറ്റർ ദാൻ. അപ്പോൾ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ടെസ്റ്റ് 1 tailed ടെസ്റ്റാണ്. ഇനി മൂന്നാമത്തെ കേസിൽ യൂണിവേഴ്സിറ്റിയുടെ ക്ലെയിം ഡ്രോപ്പ് ഔട്ട് റേറ്റ് ഈസ് 15% എന്നുള്ളതാണ്. ഡ്രോപ്പ് ഔട്ട് റേറ്റ് ഈസ് 15% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോപ്പ് ഔട്ട് റേറ്റ് 15% ആണ്. അപ്പോൾ ഈക്വൽ ടു 15% എന്ന കേസാണ് അവിടെ വരുന്നത്. അപ്പോൾ ഈക്വൽ ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടത് 2 tailed ടെസ്റ്റാണ്. ഇതാണ് മനസ്സിലാക്കി വെക്കേണ്ട രണ്ട് കാര്യങ്ങൾ. അപ്പം 1 tailed ടെസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ എന്ന് കാണുമ്പോഴും 2 tailed ടെസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് ഈക്വൽ ടു വരുന്ന കേസുകളിലുമാണ്. ഇതല്ലാത്ത ഇത് ചിലപ്പം ചില ക്വസ്റ്റ്യനിൽ ഇത് വ്യക്തമായിട്ട് മനസ്സിലായിക്കൊള്ളണമെന്ന് ഇല്ല. പക്ഷേ അപ്പം നമ്മൾ ആ റിസർച്ചറുടെ ആ ചെയ്യുന്ന കാര്യം എന്തോ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ഒക്കെ വെച്ചിട്ടാണ്, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വെച്ചിട്ടാണ് നമ്മളത് ഡിസൈഡ് ചെയ്യേണ്ടത് 1 tailed ടെസ്റ്റ് ആണോ 2 tailed ടെസ്റ്റ് ആണോ എന്നുള്ളത്. സാധാരണഗതിയിൽ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ ഈ ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു എന്നുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊരു എക്സാമ്പിൾ സഹിതം നോക്കാം. ഇപ്പോൾ 1 tailed ടെസ്റ്റ് നമ്മൾ മനസ്സിലാക്കി. 1 tailed ടെസ്റ്റിൽ റിജക്ഷൻ
ഏരിയ റിജക്ഷൻ വരുന്നത് ഏതെങ്കിലും ഒരു ടെയിലായിരിക്കും. അപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ നമുക്ക് കാണാം. ഒരു ടൈപ്പിസ്റ്റ് ക്ലൈം ചെയ്യുന്നു ദാറ്റ് ഹി ക്യാൻ ടേക്ക് ഡിക്റ്റേഷൻസ് അറ്റ് ദ റേറ്റ് ഓഫ് മോർ ദാൻ 120 വേർഡ്സ് പെർ മിനിറ്റ്. അദ്ദേഹത്തിന് ഒരു മിനിറ്റിൽ 120 വേർഡ്സിനേക്കാൾ കൂടുതൽ ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് ഒരു ടൈപ്പിസ്റ്റിൻ്റെ ക്ലൈം. അങ്ങനെ അദ്ദേഹത്തിന് 12 ടെസ്റ്റുകൾ നമ്മൾ നൽകുന്നു. അദ്ദേഹത്തിൻ്റെ ആവറേജ് വേർഡ് ടൈപ്പ് ചെയ്തത് 135 ആണ്. 135 വേർഡാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് ടൈപ്പ് ചെയ്ത വേർഡിൻ്റെ എണ്ണം. അതിൻ്റെ SD, അതായത് ആ സാമ്പിളിൻ്റെ SD 40 ആണ്. അദ്ദേഹത്തിൻ്റെ ഈ ക്ലെയിം വാലിഡ് ആണോ, അതായത് അദ്ദേഹത്തിന് 320 കൂടുതൽ ടൈപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളോട് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് വെക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുന്നു. മ്യൂ ഈക്വൽ ടു 120. മ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോപ്പുലേഷൻ മീൻ ആണ്. അതായത് അദ്ദേഹത്തിൻ്റെ ക്ലെയിം അവിടെ പറഞ്ഞിട്ടുള്ളത് മ്യൂ ഈക്വൽ ടു 120 എന്നാണ്. അതാണ് നൾ ഹൈപ്പോത്തസിസ്. ഇനി ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഇവിടെ വരുന്നത്, ഇവിടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് 120യേക്കാൾ കൂടുതൽ പറ്റുന്നതാണ്. നൾ ഹൈപ്പോത്തസിസ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യേണ്ടത് മ്യൂ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 120. അപ്പോൾ നമ്മൾ റിജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന അദ്ദേഹത്തിന് 120യേക്കാൾ കൂടുതൽ ടൈപ്പ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. നമ്മുടെ കൺസേൺ അതാണ്. ഇനി ഇവിടെ നമ്മൾ ഏത് ടെസ്റ്റാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ കാണാം ഈ N12 ആണ്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി സ്മോൾ സാമ്പിളും ലാർജ് സാമ്പിളും 30 അതിൽ താഴെയോ വരുന്ന സാമ്പിൾ സൈസിനെ നമ്മൾ സ്മോൾ സാമ്പിൾ എന്ന് പറയുന്നു. 31 മുതൽ അങ്ങോട്ട് മുകളിലോട്ട് വരുന്ന സാമ്പിളാണെങ്കിൽ എണ്ണം 31 മുകളിലോട്ടാണ് സാമ്പിളിൻ്റെ എണ്ണം വരുന്നതെങ്കിൽ അതാണ് ലാർജ് സാമ്പിൾ. അപ്പോൾ ഇവിടെ 12 ആണ്, അതുകൊണ്ട് സ്മോൾ സാമ്പിളാണ്. നമ്മൾ T ടെസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ T ടെസ്റ്റിൻ്റെ ഫോർമുല വെച്ചിട്ട് സാമ്പിൾ മീൻ മൈനസ് പോപ്പുലേഷൻ മീൻ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് n-1. ഈ ഫോർമുല വെച്ചുകൊണ്ട് നമ്മളതിൻ്റെ T വാല്യൂ കണ്ടുപിടിക്കുന്നു. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കുന്നു. അത് 1.24 എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള ഗ്രാഫ് നോക്കാം. ഇപ്പം ഇവിടെ ഗ്രാഫ് വരച്ചിട്ടുള്ളത് അതിൻ്റെ റൈറ്റ് ടെയിലാണ്. റൈറ്റ് ടെയിൽ നമ്മൾ അപ്പർ ടെയിൽ എന്ന് പറയും, ലെഫ്റ്റ് ടെയിലിൽ നിന്ന് ലോവർ ടെയിൽ എന്ന് പറയും. ഈ റൈറ്റ് ടെയിലാണ് നമ്മളവിടെ ക്രിട്ടിക്കൽ റീജിയൻ വരുന്നത്. ബ്ലൂ കളേർഡ് ഏരിയയാണ് ക്രിട്ടിക്കൽ റീജിയൻ. നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ വാല്യൂ വരുന്നത് അവിടെയാണെങ്കിൽ ക്രിട്ടിക്കൽ റീജിയനിലാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യും. നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ വരുന്നത് ഇവിടെ ക്രിട്ടിക്കൽ വാല്യൂ, അതായത് ഇതിൻ്റെ ടേബിൾ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു CV ക്രിട്ടിക്കൽ വാല്യൂ കിട്ടുന്നത് 2.718 എന്നുള്ളതാണ്. 2.718. ഇവിടെ സെൻട്രൽ 0 കാണാം. 0 ഇതിൻ്റെ വലത് ഭാഗത്തേക്ക് 1 2 3 പ്ലസും ലെഫ്റ്റ് സൈഡിലേക്ക് -1 -2 -3 അങ്ങനെ മൈനസാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഇൻട്രസ്റ്റ് ഗ്രേറ്റർ ദാൻ ആണ്. ഗ്രേറ്റർ ദാൻ എന്ന് വരുന്നതുകൊണ്ടാണ് അത് റൈറ്റ് ടെയിലേക്ക് വരുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ ലെസ് ദാൻ എന്നായിരുന്നെങ്കിൽ ഈ ഗ്രാഫിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ടെയിലാണ് അതിൻ്റെ ക്രിട്ടിക്കൽ റീജിയൻ വരിക. ഇവിടെ ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ട് റൈറ്റ് ടെയിലാണ് അതിൻ്റെ ക്രിട്ടിക്കൽ റീജിയൻ വരുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ ടേബിൾ വാല്യൂ നമ്മൾ മാർക്ക് ചെയ്യുന്നു 2.718. അത് മാർക്ക് ചെയ്യുന്ന ഒരു ഏരിയ നമ്മളൊരു ഏകദേശം വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നേ ഉള്ളൂ. അത് ഇന്ന സ്ഥാനത്ത് തന്നെ മാർക്ക് ചെയ്യണമെന്നൊന്നുമില്ല. അത് ആ ഒരു ഏകദേശം 1 to നമ്മൾ ആ 2.718 ക്രിട്ടിക്കൽ റീജിയൻ മനസ്സിലാകുന്നതിനായിട്ട് അവിടെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ 1.24. അപ്പോൾ അത് നമ്മൾ 2.718 കമ്പയർ ചെയ്യുമ്പം നമുക്ക് കാണാം 1.24 വരുന്നത് അതിൻ്റെ ബാക്കിലാണ്. അതായത് 2.718 ബ്ലൂ കളേർഡ് ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെയാണ് ഇട്ടിട്ടുള്ളത് എങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിലേക്കാണ്, അതായത് 0യ്ക്കും 2.718 ഇടയിലാണ് 1.24 വരുന്നത് തീർച്ചയായിട്ടും. അപ്പം അതിനാണ് നമ്മളതിൻ്റെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ. അപ്പോൾ ആ ഏരിയയാണ് ആ വൈറ്റ് പാർട്ട് വരുന്ന ഏരിയ. ബ്ലൂ ഒഴികെ ബാക്കിയുള്ള വൈറ്റ് പാർട്ട് വരുന്ന ഏരിയയാണ് ആക്സെപ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് വന്നിട്ടുള്ളത് ആക്സെപ്റ്റൻസ് റീജിയനിലാണ്. അതുകൊണ്ട് നമ്മൾ ഈ നൾ ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു.
അപ്പോൾ താഴെ യെല്ലോ ബോക്സിൽ നിന്ന് കാണാം എച്ച് നോട്ട് ആക്സെപ്റ്റഡ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാൽക്കുലേറ്റർ വാല്യൂ ആയിട്ടുള്ള 1.24 ഈസ് ലെസ് ദാൻ ഏത് ടേബിൾ വാല്യൂ 2.718. അതുകൊണ്ട് നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ വൺ ടെയിൽ ടെസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാം, നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് അതിൻ്റെ വാല്യൂ വരുന്നത് ആക്സെപ്റ്റൻസ് റീജിയനിലാണെങ്കിൽ നമ്മൾ ആ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യുന്നു. റിജക്ഷൻ റീജിയനിലാണ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റീജിയനിലാണ് വരുന്നതെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യുന്നു. ഇവിടെ ടി ഡിസ്ട്രിബ്യൂഷനാണ് ഇത് ഫോളോ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ടു ടെയിൽഡ് ടെസ്റ്റാണ്. ടു ടെയിൽഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ എക്സാമ്പിൾ വഴി മനസ്സിലാക്കാം. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. മീൻ ഹൈറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം എ റാൻഡം സാമ്പിൾ ഓഫ് 36 ചിൽഡ്രൻ ഈസ് 33 ഇഞ്ചസ്. നമ്മളൊരു 36 കുട്ടികളുടെ സാമ്പിൾ എടുക്കുന്നു. അവരുടെ ആവറേജ് ഹൈറ്റ് അല്ലെങ്കിൽ മീൻ ഹൈറ്റ് 33 ഇഞ്ചാണ്. ഇനി the standard deviation of the distribution of height of the population is known to be 1.5 inches. ഈ കുട്ടികൾ ഉൾക്കൊള്ളുന്ന ആ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട് 1.5 ഇഞ്ചസ് ആണ്. ടെസ്റ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ദ മീൻ ഹൈറ്റ് ഓഫ് ദ പോപ്പുലേഷൻ ഈസ് 30 ഇഞ്ചസ് അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് മീൻ ഹൈറ്റ് ഓഫ് പോപ്പുലേഷൻ 30 ഇഞ്ചാണോ എന്നാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പോപ്പുലേഷൻ മീൻ നമുക്ക് തന്നിട്ടുണ്ട് 30 ഇഞ്ചസ്, സാമ്പിൾ മീൻ 33 ഇഞ്ചസ്, സാമ്പിൾ സൈസ് 36, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ആൽഫ വാല്യൂ വരുന്നത് 5% ലെവലാണ്. ഇവിടെ മീൻ വാല്യൂ 30 ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. 30-ൽ കൂടുതലാണോ 30-ൽ കുറവാണോ എന്നല്ല, 30 ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ഈക്വൽ ടു ആണ് പറയുക, ഈക്വൽ ടു 30 ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് വെക്കുന്നത് മ്യൂ ഈക്വൽ ടു 30, പോപ്പുലേഷൻ മീൻ ഈക്വൽ ടു 30 ആണ്. അപ്പോൾ ദർ ഈസ് നോ, അതിൻ്റെ മറ്റൊരർത്ഥത്തിൽ ഇങ്ങനെ പറയാം, ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ പോപ്പുലേഷൻ മീൻ ആൻഡ് സാമ്പിൾ മീൻ. 30 ആണ് എന്ന് നമ്മൾ വെക്കുന്നു. ഇനി അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് മ്യൂ നോട്ട് ഈക്വൽ ടു 30. ഇവിടെ നമുക്കറിയാം സാമ്പിളിൻ്റെ എണ്ണം 36 ആണ്. അപ്പോൾ സാമ്പിൾ സൈസ് ലാർജ് ആണ്, അതുകൊണ്ട് സെറ്റ് ടെസ്റ്റാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സെറ്റ് ടെസ്റ്റിൻ്റെ ഫോർമുല വെക്കുന്നു, ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് ബാർ ആൻഡ് മ്യൂ ഡിവൈഡഡ് ബൈ ഈ ക്വസ്റ്റ്യൻ്റെ നാച്ചർ അനുസരിച്ചുകൊണ്ട് SD പോപ്പുലേഷൻ SD ഡിവൈഡ് ബൈ √n. അപ്പോൾ അതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചു. സെഡ് സ്കോർ വരുന്നത് 12 ആണ്, അല്ലെങ്കിൽ വാല്യൂ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വന്നിട്ടുള്ളത് 12 ആണ്. ഇനി നമുക്കിതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഇത് ടു ടൈൽഡ് ടെസ്റ്റാണ്. ടു ടൈൽഡ് ടെസ്റ്റ് ആയതുകൊണ്ട് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നമ്മൾ ടോട്ടൽ ആൽഫയെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ മൊത്തം 5% ലെവലാണ്, 5% ആണ്. അപ്പോൾ അതിൽ ലെഫ്റ്റ് ടൈലിലും റൈറ്റ് ടൈലിലും നമ്മൾ 2.5 വെച്ചിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ ലൈൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, റെഡ് കളറിലെ സെൻട്രൽ ലൈൻ രണ്ട് ഭാഗത്തെയും പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അതിൽ റൈറ്റ് സൈഡിൽ 2 മൊത്തം 50% ക്രിട്ടിക്കൽ റീജിയൻ വരുന്നത് 2.5%. അപ്പോൾ ബാക്കി വരുന്ന വൈറ്റ് പാർട്ട് റൈറ്റ് സൈഡിലുണ്ടാകും 47.5%. അതുപോലെ ലെഫ്റ്റ് സൈഡിലും 2.5% ആണ് ആൽഫ വാല്യൂ വരുന്നത്. അപ്പോൾ ആ സൈഡും 50% ആയിരിക്കും ടോട്ടൽ. അതിൽ നിന്ന് 2.5 മൈനസ് ചെയ്ത് അവിടെയും 47.5% വരും. ആ 47.5% കൂട്ടിയാൽ ടോട്ടൽ 95% വരുന്നു. അപ്പോൾ ഇവിടെ ആൽഫ വാല്യൂ അല്ലെങ്കിൽ ടൈപ്പ് 1 എറർ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് രണ്ട് ഭാഗത്തും വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ട് ഭാഗത്തും റിജക്ഷൻ റീജിയൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൻ്റെ ടൈലിനെ നമ്മൾ അപ്പർ ടൈൽ എന്ന് പറയും, ലോവർ ടൈലെന്ന് ലെഫ്റ്റ് സൈഡിലുള്ള ടൈലിനെ ലോവർ ടൈൽ എന്ന് പറയും. ഇപ്പോൾ ടൈൽ എന്ന് പറയാനുള്ള കാരണം ഇതിൻ്റെ രണ്ട് ഭാഗത്തും ഒരു വാല് പോലെ തന്നെ കാണുന്നു, അതുകൊണ്ടാണ് അതിനെ ടൈൽ എന്നുള്ളതുകൊണ്ട് എന്ന് പറയുന്നത്. ഇനി നമ്മളങ്ങനെ കണ്ടുപിടിച്ചിട്ടുള്ള വാല്യൂ, കാൽക്കുലേറ്റർ വാല്യൂ 12 ആണ്. ഇതിൻ്റെ ടേബിൾ വാല്യൂ, അപ്പം ടേബിൾ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ 36 ആണ്. അപ്പോൾ ഇൻഫിനിറ്റി ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലാണ് നമ്മളിതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഫിനിറ്റി ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ അതിൻ്റെ 5% വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1.96 എന്ന് കിട്ടും. 1.96. ഈ 1.96 ടേബിളിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ആണ്. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്യുന്നു റൈറ്റ് സൈഡിൽ, അതായത് അപ്പർ ടൈലിൽ +1.96. അതുപോലെ ലോവർ ടൈലിൽ -1.96. ഈ പാർട്ട് മൈനസ് ആണ്, ഈ റൈറ്റ് സൈഡിലേക്ക് പ്ലസ് ആണ്. അതുകൊണ്ട് രണ്ട് ഭാഗത്തും 1.96 മാർക്ക് ചെയ്യും. പ്ലസ് ആയതുകൊണ്ട് വലത് ഭാഗം പ്ലസ്സിലും ലെഫ്റ്റ് സൈഡ് മൈനസിലും പറയുന്നു.
ഇനി നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നോക്കുന്നു. 12 ആണ്, +12 ആണ് വന്നിട്ടുള്ളത്. അപ്പം 12 വരുന്നത് നമുക്കറിയാം, ക്രിട്ടിക്കൽ റീജിയൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് 1.96 ആണ്. ആ ഒരു പർട്ടിക്കുലർ ക്രിട്ടിക്കൽ റീജിയൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോയിന്റിൽ 1.96 ആണ് സ്റ്റാർട്ടിങ്. അപ്പോൾ വലത്തോട്ട് പോകുമ്പോഴാണ് 1.96, 97, 82 അങ്ങനെ പോകുന്നു. അങ്ങനെ പോയി 12 ഒക്കെ വരുന്നത് ഈ ക്രിട്ടിക്കൽ റീജിയനിലായിരിക്കും, അല്ലെങ്കിൽ റിജക്ഷൻ റീജിയനിലായിരിക്കും. അവിടെ Z=12 എന്ന് കാണാം, ആരോ മാർക്കിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫാർ അവേ ആണ് ഇവിടെ നിന്ന് വരുന്നത്. അപ്പോൾ എന്തായാലും അത് വരുന്നത് ക്രിട്ടിക്കൽ റീജിയനിലാണ്, അല്ലെങ്കിൽ റിജക്ഷൻ റീജിയനിലാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ നൾ ഹൈപ്പോത്തസിസ് ഇവിടെ റിജക്റ്റ് ചെയ്യുന്നു. നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ റെഡ് കളറിലുള്ള ബോക്സിൽ കാണാം ഇറ്റ്സ് നോട്ട് റിജക്റ്റഡ്. അതിൻ്റെ റീസൺ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആയിട്ടുള്ള 1.96. അതുകൊണ്ട് ഈ കാൽക്കുലേറ്റഡ് വാല്യൂവിന്, അല്ലെങ്കിൽ നൾ ഹൈപ്പോത്തസിസിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു. നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം H1 ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് പോപ്പുലേഷൻ മീൻ നോട്ട് ഈക്വൽ ടു 30 എന്നുള്ളതാണ്. പോപ്പുലേഷൻ മീൻ ഈസ് നോട്ട് ഈക്വൽ ടു 30. അതായത് പോപ്പുലേഷൻ ഹൈറ്റ് 30 ഇഞ്ച് അല്ല എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. ഇത്രയാണ് ഈ 2 ടൈൽഡ് ടെസ്റ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.